ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, ഒരുപാട് പെൺകുട്ടികൾ മനോഹരമായി ഡാൻസ് ചെയ്തിട്ടും ഒരു പെൺകുട്ടിയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത്. ബിക്കോസ് ഷീ ഈസ് വെയറിംഗ് ഹിജാബ്. ഡാൻസ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഓരോരുത്തരുടെയും പേഴ്സണൽ ആയിട്ടുള്ള ഇഷ്ടങ്ങളാണ്. പക്ഷെ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാമോ? ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാൻ പാടില്ല. ഇതേ വ്യക്തിയാണ് ഹിജാബ് ഇട്ടിട്ട് ഡാൻസ് കളിച്ചിട്ടുള്ളത്. നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പഴയ കാലത്തെ കുറച്ച് വീഡിയോസ് എടുത്ത് നോക്കണം. എന്നിട്ട് നിങ്ങൾ ബാക്കിയുള്ള ആൾക്കാരെ ഉപദേശിക്കാൻ നിൽക്കണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഈ പറഞ്ഞ ഹിജാബ് ഇട്ടിട്ട് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ടെന്നുള്ളത്. ഡാൻസ് കളിച്ചിട്ടുണ്ട്, പ്രൊമോഷൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, വീഡിയോസ് വേറെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾ ചെയ്തേക്കുന്നത് ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം ഇട്ടിട്ടാ. എന്നിട്ട് നിങ്ങൾ അതില് ഒരു എക്സ്പ്ലനേഷൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് ഈ സോഷ്യൽ മീഡിയയില് വീഡിയോസ് ഇടുന്നതിന്റെ എക്സ്പ്ലനേഷൻ. ഇവരുടെ മതഗ്രന്ഥങ്ങളില് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അത് ഉപയോഗിക്കുന്ന രീതിയെ കുറിച്ചാണ് പ്രധാനമായിട്ടുള്ളത്. മാന്യമായ വസ്ത്രധാരണയോടെ ഇസ്ലാമിക് മര്യാദകൾ പാലിച്ച് സ്ത്രീകൾ പൊതുവേദിയിൽ സംസാരിക്കാമെന്ന് അഭിപ്രായപ്പെടുന്ന നിരവധി പണ്ഡിതരുണ്ട്. അല്ലാഹുവിന് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ ഞാൻ സ്വയം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണോ നിങ്ങൾക്ക് ബോധോദയം വന്നത്? കഴിഞ്ഞ 1 വർഷമായിട്ടാണോ നിങ്ങൾക്ക് ബോധോദയം വന്നത്? അതിനു മുമ്പ് നിങ്ങൾ എന്തൊക്കെ ചെയ്തു കൂട്ടിയിട്ടുണ്ട്? അപ്പോഴൊന്നും ഇല്ലാത്ത ബോധോദയം പെട്ടെന്നൊരു ദിവസം എവിടുന്നോ പൊട്ടിമുളച്ച് വന്നിട്ട് നന്നാവാൻ ശ്രമിക്കുന്ന ഒരു സ്ത്രീ. അതുകൊണ്ട് മുൻപ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾ വേറെ ആരെങ്കിലൊക്കെ കാണുമ്പോൾ എനിക്ക് വിമർശിക്കാൻ തോന്നുന്നു. അതുകൊണ്ട് ഞാൻ അതിനെ വിമർശിക്കും. ഇതൊരു ലൈനിലാണ് ഡബിൾ സ്റ്റാൻഡ് അമ്മച്ചി നിൽക്കുന്നത്. മുമ്പ് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്ത് കൂട്ടി, ഇനിയിപ്പൊ ഞാൻ നന്നാവുക, അപ്പൊ വേറൊരാളത് ചെയ്യുമ്പം അവരെയും കൂടെ ഞാൻ അങ്ങ് നന്നാക്കിയേക്കാം എന്നുള്ള ധാരണയാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഒരാള് എന്ത് ഡ്രസ്സ് ഇടണം, എന്ത് ചെയ്യണം എന്നുള്ളതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അവിടെ നിങ്ങൾ പോയിട്ട് ഇത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മൾ ഈ സീറ്റ് ബെൽറ്റ് ധരിക്കില്ലേ? എന്തിനാണ്? സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഈ സീറ്റ് ബെൽറ്റ് ധരിച്ചുകൊണ്ട് തിരക്കുള്ള സ്ഥലത്തിലൂടെ 100-120 സ്പീഡില് കാർ ഓടിച്ചു പോയാൽ എങ്ങനെ ഇരിക്കും? ആ കാർ ഓടിക്കുന്ന ആൾക്കും അവിടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഡേഞ്ചർ അല്ലേ? പിന്നെ ഈ സീറ്റ് ബെൽറ്റ് കൊണ്ട് എന്താണ് പ്രയോജനം? യെസ്, ഹിജാബ് എന്ന് പറയുന്നത് ഒരു സാധാരണ തുണിയല്ല. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് അവളുടെ വിശ്വാസം അള്ളാഹ് കൽപ്പിച്ച രീതിയിൽ മാന്യമായും എളിമയോടും കൂടി ധരിക്കുന്ന ഒന്നാണ് ഹിജാബ്. അപ്പൊ ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇസ്ലാം വിശ്വാസികൾക്ക് അത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ടാവാം പലരും വിമർശിച്ചത്. ഒരൊറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഡാൻസ് ചെയ്യണമെങ്കിൽ ചെയ്യാം, പക്ഷെ ദയവ് ചെയ്ത് ഹിജാബ് ധരിച്ചുകൊണ്ട് ഡാൻസ് ചെയ്യാതിരിക്കുക. ഹിജാബിന് അതിൻ്റെതായിട്ടുള്ള ഒരു പരിശുദ്ധിയുണ്ട്. ഞാൻ ആ പെൺകുട്ടിയെ കുറ്റപ്പെടുത്തുകയോ വിമർശിക്കാനോ വേണ്ടിയല്ല ഈ വീഡിയോ ചെയ്യുന്നത്. പക്ഷേ നാളെ ഇത് കണ്ട് മറ്റുള്ളവർ കൂടി ഇതേപോലെ ഇറങ്ങിയാൽ അത് വലിയ ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കരുത്, ഞാൻ റീൽസ് ഒക്കെ ചെയ്യാം. അതെവിടത്തെ ന്യായവാ? അങ്ങനെയാണെങ്കിൽ താത്തയ്ക്കും ഒരേ നിയമമായിരിക്കണം, ആ ഡാൻസ് കളിച്ച പെൺകുട്ടിക്കും ഒരേ നിയമമായിരിക്കണം. അതായത് ഹിജാബ് ഇട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ വരാതിരിക്കുക, റീൽസ് ചെയ്യാതിരിക്കുക, പ്രൊമോഷൻസ് ചെയ്യാതിരിക്കുക, ഇപ്പൊ ഈ ചെയ്യുന്ന ഇതുപോലുള്ള വീഡിയോസ് ചെയ്യാതിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഇത് ആ കുട്ടി ഡാൻസ് കളിക്കാൻ പാടില്ല, പക്ഷെ എനിക്ക് ഹിജാബ് ഇട്ടിട്ട് വീഡിയോസും റീൽസും പ്രൊമോഷൻസ് ഒക്കെ ചെയ്യാം. അത് ഏത് നിയമത്തിലാണ് എഴുതി വച്ചേക്കുന്നത്? അതൊന്ന് കാണിച്ചു തരണം. അതായത് രണ്ട് റൂളാണല്ലോ. ഹിജാബ് ഇട്ട് ഡാൻസ് കളിക്കാൻ പാടില്ല, പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം എന്നുള്ളത് ഏത് ബുക്കിലാണ് എഴുതി വെച്ചേക്കുന്നത് എന്നൊന്ന് കാണിച്ചു തരണം എനിക്ക്. കുറെ ട്രോളും വിമർശനവും ഒക്കെ കിട്ടിത്തുടങ്ങിയപ്പം ഇതിന് എക്സ്പ്ലനേഷനുമായിട്ട് ഇവര് വീണ്ടും വന്നിട്ടുണ്ട്. അതും കൂടെ നമുക്കൊന്ന് കേട്ടിട്ട് ഇതങ്ങ് നിർത്താം. ഒരുപാട് സപ്പോർട്ട് കിട്ടി, മാഷാഅല്ലാ. അതേപോലെ കുറച്ച് ട്രോളുകളും അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഞാൻ കണ്ടു. അവർക്കും ഒരുപാട് താങ്ക്സ്. കാരണം ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾ സഹായിച്ചു. പിന്നെ അതിൽ കുറച്ച് ആളുകൾ എൻ്റെ പഴയ വീഡിയോസ്, ഒരു 3-4 വർഷം മുമ്പുള്ള കൊളാബറേഷൻസ്, ഹസ്ബൻഡുമായിട്ടുള്ള ബ്ലോഗ് വീഡിയോസ് ഒക്കെ ഇപ്പം പുതുതായിട്ട് ഇടുന്നുണ്ട്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ആലോചിച്ച് നോക്കൂ, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്.
ഒരു റീലൊക്കെയാണ് ഇടണ്ടേ, ഇടുമ്പോൾ 3-4 റീൽസ് ഒക്കെ പോസ്റ്റ് ചെയ്യണ്ടേ? എന്താണ് കഷ്ടമുണ്ട്. കാരണം ഈ റീൽസ് കാണുമ്പം സത്യം പറയാലോ എനിക്ക് ഓർമ്മപ്പെടുത്തലുകളാണ്. ഞാൻ എങ്ങനെയായിരുന്നു ഒരു കൊല്ലം മുൻപ് വരെ, ഇപ്പോൾ എങ്ങനെയാണ്. മാഷാ അല്ലാഹ്. സത്യം പറയാലോ എനിക്ക് എന്നോട് ഭയങ്കരമായിട്ട് അഭിമാനം തോന്നുന്നതാണ്. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. കാരണം പണി പാളി എന്നറിഞ്ഞപ്പം ഇപ്പം പഴയ വീഡിയോസ് ഒക്കെ കാണുന്നത് താത്തയ്ക്ക് അറപ്പും വെറുപ്പും ഒക്കെയാണ്. കേട്ടല്ലോ എല്ലാരും. ആയ പ്രായത്തിൽ എല്ലാം ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് ഇപ്പം വയസ്സായി തുടങ്ങിയപ്പം ഓരോ ഉപദേശമായിട്ട് ഇറങ്ങിയേക്കുക. മരിക്കും മുൻപ് എനിക്ക് ഹിദായത്ത് കിട്ടിയെന്നുള്ളതാണ്. ഇനി ഇതിൽ നിന്നും കൂടുതൽ മെച്ചപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓരോ വാക്കുകളും കുത്തുവാക്കുകളാണെങ്കിൽ പോലും അതൊരു പ്രചോദനം തന്നെയാണ്. പിന്നെ എന്റെ ഈ പഴയ വീഡിയോയും പുതിയ വീഡിയോ ഇപ്പോഴത്തെ ഞാനും കണ്ടിട്ട് ഒരാളെങ്കിലും മാറുകയാണെങ്കിൽ അൽഹംദുലില്ലാഹ്, എനിക്ക് അത് മാത്രം മതി എന്ന് കരുതി എല്ലാവരോടും പോയിട്ട് ഞാൻ ഹിജാബ് ധരിക്കണമെന്നും പറയില്ല കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അതാണ്, അവരേത് വസ്ത്രം ധരിക്കണം, ഏത് ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത് അവരുടെ ഇഷ്ടമാണ്. അവിടെ പോയിട്ട് നിങ്ങൾ ഉപദേശിക്കാൻ നിന്ന് കഴിഞ്ഞാൽ പോയി പണി നോക്കാൻ പറയും. അത് തന്നെയാണ് ഇപ്പൊ ട്രോളായിട്ടും അല്ലാണ്ടും നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ ഇട്ടുകൊണ്ട് വരേണ്ടി വരുന്നത്. സമൂഹത്തിൽ എന്തെങ്കിലും തെറ്റായ കാര്യം കാണുമ്പോൾ മാന്യമായ രീതിയിൽ അത് പറയുക എന്നൊരു കടമയുണ്ട്. ആ പെൺകുട്ടി ഹിജാബ് ഇട്ട് ഡാൻസ് കളിച്ചതാണ് സമൂഹത്തിന് തെറ്റായിട്ടുള്ള കാര്യം. കൊള്ളാലോ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. നിങ്ങൾ ഹിജാബ് ധരിച്ചാലും ഇല്ലെങ്കിലും അത് എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല. നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നം അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണല്ലേ ആ വീഡിയോ ആയിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നേ? നിങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നാണെങ്കിൽ നിങ്ങൾ അതും പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ വരാൻ പാടില്ലായിരുന്നു. ഇത് സോഷ്യൽ മീഡിയയിൽ വന്ന് പറയേണ്ടതൊക്കെ പറഞ്ഞ് അവസാനം സ്വയം സൈബർ ബുള്ളിന് ഇരയായപ്പം ഇപ്പൊ വന്നിട്ട് പറയാ നിങ്ങൾ ഹിജാബ് ധരിച്ചാലും ധരിച്ചില്ലേലും എന്നെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്നുള്ളത്. അവരിലേക്ക് എന്റെ കൂടെ നിങ്ങൾ ആരും വരുന്നില്ല. പക്ഷേ എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാർ ഹിജാബ് ധരിച്ചാൽ അവർക്കുണ്ടാകുന്ന ഗുണത്തെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. അത് വേണമെങ്കിൽ എടുക്കാം, ഇല്ലെങ്കിൽ തള്ളിക്കളയാം. ഓക്കെ, ആരും നിർബന്ധിക്കത്തില്ല. എനിക്ക് പറയാനുള്ളത് ഞാൻ എന്റെ സോഷ്യൽ മീഡിയയിൽ മാന്യമായി പറയും. നിങ്ങൾക്ക് വിമർശിക്കാം, മാന്യമായിട്ട് വിമർശിക്കാം. നല്ലതാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കോട്. ഓക്കെ, നാളെ മുതല് മുസ്ലിം സ്ത്രീകള് പറയുന്നുണ്ടോന്ന് വിചാരിക്കരുത് കേട്ടോ. ഇവരുടെ സംസാരത്തിന് ഇതെങ്കിലും പറഞ്ഞില്ലേലും എനിക്ക് സമാധാനം കിട്ടത്തില്ല. നിങ്ങൾ എല്ലാവരും ഈ മുഖം മൊത്തത്തിൽ മൂടുന്ന ഒരു സാധനം ഉണ്ടല്ലോ, തലിബനോ സംതിങ് അങ്ങനെ എന്തോ ആണ് അതിന്റെ പേര്, അതിട്ടിട്ട് ഇറങ്ങുക. അവർക്കൊന്ന് സമാധാനാവട്ടെ, അതുകൊണ്ട് പറഞ്ഞതാ. അല്ലാണ്ട് വേറെ ഒരു കാര്യമില്ല. അല്ലെങ്കിൽ ഇവർക്ക് സമാധാനം കിട്ടത്തില്ല. എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ ഇട്ടാലും ഇട്ടില്ലേലും എനിക്കൊരു കുഴപ്പമില്ല എന്നുള്ള ഡയലോഗുമായിട്ട് ഇങ്ങോട്ട് അങ്ങ് എക്സ്പ്ലനേഷൻ ആയിട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇവരൊക്കെ എവിടുന്ന് വരുന്നടേ? അയ്യോ, ശരി എന്നാ ടാറ്റ. സബ് ചെയ്തവരൊന്ന് സബ് ചെയ്ത് കൊടുത്തേക്കണേ.